വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഞാൻ ജെബിൻ ഷഫീഖ്. ഇന്ന് കുർത്തീസിന്റെ കളക്ഷൻസും നല്ല എലഗന്റ് സ്റ്റൈലിൽ വരുന്ന ദുപ്പട്ടാസിന്റെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് കേട്ടോ. എല്ലാം നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റിലേക്ക് വരുന്നത്. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ യൂഷ്വലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് ഫ്രീ ഷിപ്പിംഗ് ആണ്, എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും തന്നെയില്ല. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ കുർത്തീസ് കളക്ഷൻസ് ഓൾമോസ്റ്റ് എല്ലാ കുർത്തീസും വന്നിരിക്കുന്നത് ഒരു ഓഫ് ക്രീം ആട്ടോ കുർത്തിയുടെ ബേസ് വരുന്നത്. അതിൽ എംബ്രോയിഡറി വർക്കും പ്രിന്റും എല്ലാം മാറി മാറി വരും. നല്ല നമുക്കൊരു വർക്ക് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്കൊരു ഔട്ടിങ്ങിനെല്ലാം പോകുമ്പോൾ പെട്ടെന്ന് ട്രെയിൻ കൊടുക്കാൻ പറ്റുന്ന നല്ല പാറ്റേണിലാണ് എല്ലാ കുർത്തീസും വന്നിരിക്കുന്നത്. ഇത് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന സൈസ് ഏതാണോ അതിൽ ഒരു സൈസ് വലുതായിട്ട് എടുക്കുക. കാരണം എല്ലാം നല്ല ബോഡി ഫിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ സൈസ് ഞാൻ യൂഷ്വലി എടുക്കുന്നത് ലാർജാണ് എപ്പോഴും കുർത്തി എടുക്കുന്നത്. പക്ഷേ ഇത് ഞാനിപ്പോൾ XL ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സൈസ് വലുതായിട്ട് എടുക്കാം. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ നമുക്ക് എക്സ്ചേഞ്ചോ റിട്ടേണോ ഇല്ല. ഒരു സൈസ് വലുതാണെങ്കിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് ഇടാൻ പറ്റും. ഫസ്റ്റ് വൺ പേൾ ക്രീമിൽ മൾട്ടി കളർ കോമ്പിനേഷനുള്ള എംബ്രോയിഡറി വർക്കും ക്രോഷിയോ പാറ്റേണിലാണ് യോക്ക് പോർഷൻസ് വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതിന്റെ സൈസ് വൈസ് വരുന്നത് മിഡിൽ, ലാർജ്, XL ആൻഡ് XXL ഈ ഒരു സൈസിലായിരിക്കും കുർത്തീസ് വരുന്നത്. ഇതാണ് പാറ്റേൺ വരുന്നത്. യോക്ക് പോർഷൻ വരുമ്പം ക്രോഷിയോ ലേസ് ആയിരിക്കും വരുന്നത്. ഒരു വി നെക്കിൻ്റെ പാറ്റേണിലായിരിക്കും വരുന്നത്. അതിൽ ഈ ഒരു പാറ്റേണിലുള്ള നല്ലൊരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. കൂടാതെ കണ്ടോ, ഈ ഒരു പാറ്റേണിൽ രണ്ട് സൈഡിലും വർക്ക് വരുന്നുണ്ട്. ലോവർ വരുമ്പം ഈ ഒരു ബാദല മിറർ വർക്കിലായിരിക്കും എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. അതിൻ്റെയും താഴെ വരുമ്പം കണ്ടോ ക്രോഷിയോ ലേസിൽ തന്നെയായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ക്രോഷിയോ ലേസ് വരുന്നത്. നല്ല കോട്ടൺ ആട്ടോ, പ്യുവർ കോട്ടൺ ആണ് കുർത്തിയുടെ പാറ്റേൺ മെറ്റീരിയൽ വരുന്നത്. സോഫ്റ്റ് കോട്ടൺ, ഒരു ഖാദി ലിനൻ ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന പ്യുവർ കോട്ടണിലാണ് ഫാബ്രിക്. ഇതായിരിക്കും വരുന്നത്. ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആണ്. ഇതിൻ്റെ തന്നെ 4 സൈസാണ് ഉള്ളത്: മീഡിയം, ലാർജ്, XL ആൻഡ് XXL. സെക്കൻഡ് ഡിസൈൻ വരുന്നത് ഈ ഒരു സ്റ്റൈലാണ്. ഫ്ലോറൽ ഡിസൈൻ ആണ് കുർത്തി വരുന്നത്. ഇതിൽ നല്ല യോക്ക് പാറ്റേൺ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ക്രോഷിയോ ലേസിനുള്ള ഒരു യോക്ക് ഡിസൈൻസ് വന്നിട്ട് ഫ്ലോറൽ പാറ്റേൺ ആയിരിക്കും. 2 സ്ലീവിൽ വരിക. കണ്ടോ, ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ബാക്കിലും വരുന്നുണ്ട് കേട്ടോ വർക്ക് ഡിസൈൻ. ക്ലോസ് ഷോട്ട് ഇങ്ങനെയും വരിക. നെക്ക് പോർഷൻ വരുമ്പം ക്രോഷിയോ ലേസ് ആണ്. ഒരു വി നെക്ക് പാറ്റേണിൽ കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും ക്രോഷിയോ ലേസ് വരുന്നത്. എല്ലാ കുർത്തീസും മീഡിയം, ലാർജ്, XL ആൻഡ് XXL ഈ ഒരു പാറ്റേണിലായിരിക്കും ഇങ്ങനെ വരിക. സ്ലീവ് വരുമ്പം അതിലും എഡ്ജിലും ക്രോഷിയോ ലേസ് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എഡ്ജിൽ ക്രോഷിയോ ലേസ് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുമ്പോഴും ബാക്കിലും സെയിം ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയായിരിക്കും ബാക്കിൽ വരുന്നത്. സെൻട്രലായിട്ട് ബാക്കിൽ വരുന്നുണ്ട്. ഇങ്ങനെ വരും. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ സെയിം പാറ്റേണിൽ തന്നെയാട്ടോ അടുത്ത കുർത്തിയും വരുന്നത്. ഇതിൻ്റെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ്റെ കോമ്പിനേഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. അതേ പാറ്റേൺ തന്നെയാണ് വരുന്നത്. യോക്ക് പോർഷൻ വരുന്നത് ക്രോഷിയോ ലേസിൽ തന്നെയായിരിക്കും യോക്ക് പോർഷൻ ഫിനിഷ് ചെയ്യുന്നത്. ഈ ഒരു വി നെക്ക് പാറ്റേണിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും യോക്ക് ഫിനിഷ് ചെയ്യുക. ക്രോഷിയോ ലേസ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ് വരുമ്പോൾ സെയിം അതേ പാറ്റേണിൽ തന്നെ നല്ലൊരു ബർഗണ്ടി വിത്ത് പേർപ്പിൾ ആ ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ ഇതിന് സ്ലീവിൽ ഡിസൈൻ വരുന്നത്. അതിലും ക്രോഷിയോ ലേസ് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും ക്രോഷിയോ ലേസ് വരുന്നുണ്ട്. കണ്ടോ ഈ പാറ്റേൺ. ഞാനിപ്പം ഇട്ടിരിക്കുന്ന കുർത്തി സെയിം കോമ്പിനേഷൻ തന്നെയാണ്. ക്രോഷിയോ ലേസ് അറ്റാച്ച്ഡ് ആണ്. ലോവർ പോർഷൻ വരുമ്പോഴും വീണ്ടും ഫ്ലോറൽ ഡിസൈൻസും ലോവർ പോർഷൻ്റെ എൻഡ് ഫിനിഷ് ചെയ്യുന്നതും ക്രോഷിയോ ലേസ് ആട്ടോ. ഇതിന് മുൻപത്തെ കുർത്തി ഞാൻ പറയാൻ വിട്ടുപോയി. എല്ലാ കുർത്തീസിൻ്റെയും ലോവർ പോർഷൻ വരുമ്പോൾ ക്രോഷിയോ ലേസ്, സ്ലീവിൻ്റെ 2 എഡ്ജും യോക്ക് പോർഷൻ എല്ലാം ക്രോഷിയോ ലേസ് തന്നെയായിരിക്കും വരുന്നത്. ഇതിലും ബാക്ക് സൈഡിലും സെയിം ഡിസൈൻ വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബാക്ക് സൈഡ് വരുന്നത്. നെക്സ്റ്റ് കുർത്തി വരുന്നത് നല്ലൊരു ഇക്കത്ത് പാറ്റേൺ കേട്ടോ. കുർത്തിയുടെ ഡിസൈൻസ് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ആൻഡ് പൗഡർ ബ്ലൂ ആണ് ഇക്കത്ത് ഡിസൈൻസ് വരുന്നത്. അതിലും പേൾ ക്രീമിൽ തന്നെയുള്ള ക്രോഷിയോ വർക്കിലായിരിക്കും യോക്ക് പോർഷൻ വരിക. യോക്ക് പോർഷൻ വരിക. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് വരിക. യോക്ക് വരുന്ന ക്രോഷിയോ ലേസ് ആണ്. ഇതിലും ഒരു സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ. ഒരു സ്വീക്കൻസ് വർക്ക് വന്നിട്ട് അതിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ലൊരു പാറ്റേണിലാണ് വരുന്നത്. ഈ ക്രോഷിയോ ലേസിൻ്റെ ത്രെഡിനകത്ത് സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. ഒരു പാറ്റേൺ വരുന്നുണ്ട്. ബേബി പിങ്ക് ആൻഡ് പൗഡർ ബ്ലൂ ആണ് ഡിസൈൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഫുൾ സെയിം ഈ ഒരു പാറ്റേൺ ആണ്. ക്ലോസർ ലുക്കിൽ കണ്ടോ, ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ഇതിന് നമുക്കൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം ദുപ്പട്ട നമുക്ക് പെയർ ചെയ്യാം. അതിൽ സെൽഫ് കളറിൽ ഒരു
ക്രീം ദുപ്പട്ടയും ബോട്ടം ഉണ്ടെങ്കിൽ അത് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലെ നെക്സ്റ്റ് കുർത്തി വരുന്നത് ഈ ഒരു സ്റ്റൈലാട്ടോ. ഇതൊരു ഇൻഡിഗോ ബ്ലൂ, ഓക്സോ ബ്ലൂ ആ ഒരു കോമ്പിനേഷനിൽ ഫ്ലോറൽ ഡിസൈനിലായിരിക്കും കുർത്തി വരുന്നത്. ബേസ് വരുന്നത് പേൾ ക്രീം തന്നെയാണ്. ഇതിലും യോക്കൂഷൻ വരുമ്പോൾ ക്രോഷ്യോയിലാണ്, ക്രോഷ്യോ വർക്കിലായിരിക്കും യോക്കൂഷൻ വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ക്രോഷ്യോ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതായിരിക്കും ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ കണ്ടോ, സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്, ക്രോഷ്യോ ലേസ് ആണ് വരുന്നത്. ഇതിലും ഒരു ടാസിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെൻറ്ററിൽ വരുമ്പോൾ. നല്ലൊരു വീനെക്ക് പാറ്റേണിൽ തന്നെയാണ് യോക്ക് പോർഷൻ വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ക്രോഷ്യോ ലേസ് ആയിരിക്കും ഈ ഒരു പാറ്റേണിൽ വരിക. എല്ലാ കുർത്തീസും സോഫ്റ്റ് കോട്ടൺ ആട്ടോ, സോഫ്റ്റ് കോട്ടണിലാണ് കുർത്തീസ് വരുന്നത്. ഇതാണ് സ്റ്റൈൽ വരുന്നത്. ബ്യൂട്ടിഫുൾ ദുപ്പട്ടാസിൻ്റെ കളക്ഷൻസ് ആണ് ഇനി വരുന്നത്. ഫുൾ ബോഡി ത്രെഡ് വർക്കും അതിൽ ക്രോഷ്യോ വർക്കിലും ആയിരിക്കും ദുപ്പട്ടാസ് വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് കളർ കോമ്പിനേഷനിലും കുറച്ച് ഡാർക്ക് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട് സാരി ദുപ്പട്ട. ഇതെനിക്ക് ഓൾമോസ്റ്റ് ഒരു 20 കളേഴ്സിലാണ് ദുപ്പട്ടാസ് വന്നിരിക്കുന്നത്. എഡ്ജിൽ ക്രോഷ്യോ ലേസ് ആയിരിക്കും, മിഡിലും ക്രോഷ്യോ വർക്ക് വരുന്നത്. ഫസ്റ്റ് വൺ നല്ലൊരു ബേബി പിങ്ക് ആണ് ദുപ്പട്ടയുടെ കളർ വരുന്നത്. സെൽഫ് കളർ ബേബി പിങ്ക് ഷെയ്ഡിൽ തന്നെയായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആട്ടോ വരുന്നത്. ഫാബ്രിക് വരുന്നത് ലിനനാണ്. ലിനനിലാണ് നല്ലൊരു തിക്കായിട്ടുള്ള ത്രെഡ് വർക്കിലായിരിക്കും ബോഡി വരുന്നത് ദുപ്പട്ടയുടെ. അതിൽ ക്രോഷ്യോ വർക്ക് വരുന്നുണ്ട്. സെൻറ്റർ പോർഷൻ വരുമ്പം ഓരോ പാർട്ടീഷൻ വരുന്നത് ക്രോഷ്യോ വർക്കിലായിരിക്കും വരുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ്. നല്ലൊരു സോഫ്റ്റ് ബേബി പിങ്ക് ആണ് കോമ്പിനേഷൻ. ഫുൾ ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത്. ദുപ്പട്ടയുടെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. 2.5 ആണ്, 2.5 മീറ്റർ ലെങ്ത്തിലാണ് വരുന്നത്. നമുക്ക് വൺ സൈഡിൽ ഡ്രേപ്പ് ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. അതെല്ലാം നമുക്ക് 2 സൈഡ് ഇടുന്നവർക്കാണെങ്കിൽ നല്ല സഫിഷ്യൻ്റ് ആയിട്ടുള്ള ലെങ്ത്തും വിട്ടും ഉണ്ട് ദുപ്പട്ടയ്ക്ക്. അടുത്ത ദുപ്പട്ട വരുന്നത് നല്ലൊരു പീച്ചിഷ് ബ്രൗൺ ആണ്. പീച്ചും ഒരു ഗോൾഡൻ ബ്രൗണും കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന നല്ലൊരു കളർ ടോൺ ആട്ടോ ദുപ്പട്ടയിൽ വരുന്നത്. ഇതും പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഫുൾ ത്രെഡ് വർക്കാണ്, ത്രെഡ് എംബ്രോയിഡറി ആയിരിക്കും ഫുൾ ദുപ്പട്ടയിലും വരുന്നത്. അതിൽ ക്രോഷ്യോ വർക്കും വരുന്നുണ്ട്. ഇതായിരിക്കും പാറ്റേൺ വരിക. എല്ലാ ദുപ്പട്ടയുടെ എഡ്ജ് വരും, ആഞ്ചൽ വരുമ്പോഴും ക്രോഷ്യോ വർക്ക് തന്നെ ഇങ്ങോട്ട് ഈ ഒരു പോർഷനും വരുന്നത്. ഈ ഒരു പാറ്റേണാണ് വരുന്നത്. അടുത്ത കളർ നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കേട്ടോ. നമ്മൾ ബ്ലൂബെറി സോസ് എല്ലാം ഇല്ലേ, കറക്റ്റ് ആ ഒരു കളറാണ് വരുന്നത്. നമ്മളൊരു ഗ്രേപ്പ് പേർപ്പിൾ എന്ന് പറയാം ബ്ലൂബെറി സോസിൻ്റെ എക്സാക്റ്റ് ആ ഒരു കളർ. ഇതിലും ഫുൾ ത്രെഡ് വർക്ക് തന്നെയാണ്, ക്രോഷ്യോ വർക്ക് ആയിരിക്കും വരുന്നത്. എഡ്ജിൽ വരുമ്പോൾ ക്രോഷ്യോ ലേസ് ആയിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഫുൾ ബോഡി ത്രെഡ് വർക്ക് ആൻഡ് ക്രോഷ്യോ ലേസിൽ വരുന്ന നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ആഷ് ആണ്. ആഷ് കളറിലാട്ടോ വരുന്നത്. കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് വരുന്നത്. ക്രോഷ്യോ ലേസ് വരുന്നുണ്ട് എഡ്ജിൽ വരുമ്പോൾ. ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത്. അടുത്ത കളർ വരുന്നത് പിങ്കിഷ് പീച്ചാണ്. പീച്ചിൽ ഒരു പിങ്ക് ടിൻറ്റഡ് പീച്ചാട്ടോ. നല്ല ഷെയ്ഡാണ്. എല്ലാ ദുപ്പട്ടാസും നല്ല നല്ല കോമ്പിനേഷനാണ് വരുന്നത്. നമുക്കൊരു വൈറ്റ് സൽവാർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏതും നമുക്ക് വൈറ്റും ബ്ലാക്കും നല്ലതായിരിക്കും. പ്ലെയിൻ ബ്ലാക്ക് ഒക്കെ ആണെങ്കിലും കണ്ടോ, സെയിം ത്രെഡ് വർക്കാണ്. ഫുൾ നല്ലൊരു ജോമെട്രിക്കൽ പാറ്റേണിലാണ്, ഒരു ഡയമണ്ട് പാറ്റേണിലുള്ള തിക്കായിട്ടുള്ള ത്രെഡ് വർക്കാണ് ഫുൾ ദുപ്പട്ടയിലും വരുന്നത്. അതിന് മിഡിൽ വരുമ്പോൾ ക്രോഷ്യോ വർക്കും വരുന്നുണ്ട്. നെക്സ്റ്റ് ദുപ്പട്ട ചോക്ലേറ്റ് ബ്രൗൺ ആണ്. സെയിം പാറ്റേൺ തന്നെ കേട്ടോ. ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡിൽ തന്നെ ആയിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. അതിൽ ക്രോഷ്യോ ലേസ് വരുന്നുണ്ട്. സെയിം ഡിസൈൻ. ദുപ്പട്ടയുടെ ആഞ്ചലിൽ വരുമ്പോഴും ക്രോഷ്യോ ലേസ് ആയിരിക്കും ആഞ്ചലിലും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബോട്ടിൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ബോട്ടിൽ ഗ്രീനിലും സെയിം പാറ്റേൺ തന്നെ ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. ക്രോഷ്യോ വർക്ക് വരുന്നുണ്ട് എല്ലാ ദുപ്പട്ടയിലും. ഫുൾ നല്ലൊരു തിക്കായിട്ടുള്ള ത്രെഡ് വർക്ക്, ക്രോഷ്യോ ലേസ് ആയിരിക്കും ആഞ്ചലിൽ വരുന്നത്. വൈറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത്. വൈറ്റിലും സെയിം പാറ്റേൺ തന്നെ കേട്ടോ. ഞാൻ ക്ലോസ് ഷോട്ട് കാണിക്കാം. എല്ലാ ദുപ്പട്ടയിലും സെയിം വർക്ക് തന്നെയാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ക്രോഷ്യോ വർക്ക് വരിക. വൈറ്റ് സൽവാറിൻ്റെ കൂടെ നമുക്ക് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് മൗ ടോൺ കേട്ടോ ദുപ്പട്ട വരുന്നത്. മൗ ടോണിലും സെയിം പാറ്റേൺ തന്നെ. ഫുൾ ത്രെഡ് വർക്കിലായിരിക്കും ദുപ്പട്ട വരുന്നത്. ഇതായിരിക്കും വർക്ക് വരിക. ഇതിലും ക്രോഷ്യോ ലേസ് വരുന്നുണ്ട്. ഓണിയൻ പിങ്കും ഡാർക്ക് മൗണ്ട് ചേർന്ന് വരുന്ന നല്ലൊരു കളർ ടോണാണ്. ഫുൾ ബോഡി ത്രെഡ് വർക്ക് ആൻഡ് ക്രോഷ്യോ വർക്കിൽ വരുന്നത്. നെക്സ്റ്റ് ദുപ്പട്ടയുടെ കളർ വരുന്നത് പീക്കോ ബ്ലൂ ആട്ടോ. സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ദുപ്പട്ട. നെക്സ്റ്റ് കളർ മെറൂൺ ആട്ടോ. നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് ദുപ്പട്ടയുടെ കളർ വരുന്നത്. സെയിം വർക്ക് തന്നെ കേട്ടോ. ത്രെഡ് വർക്കിലായിരിക്കും വരുന്നത്. അതിൽ ക്രോഷ്യോ ലേസ് വരുന്നുണ്ട്. ദുപ്പട്ടയുടെ എൻഡിൽ വരുമ്പോൾ ക്രോഷ്യോ ലേസ് ആയിരിക്കും വരുന്നത്.
നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വയലറ്റ് ടോൺ ആണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. വയലറ്റിലും സെയിം പാറ്റേൺ തന്നെയാണ്. ഫുൾ ത്രെഡ് വർക്ക് ആൻഡ് ക്രോഷ്യോ വർക്കിലായിരിക്കും വരുന്നത്. കാരണം ഈ ഒരു പാറ്റേണാണ് വരുന്നത്. എല്ലാ ദുപ്പട്ടാസും വരുന്നത് 2.5 മീറ്ററാണ് ലെങ്ത് വരുന്നത് കേട്ടോ. അടുത്ത കളർ നേവി ബ്ലൂ, നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ നേവി ബ്ലൂ കൂടി ചേർന്ന് വരുന്ന നല്ലൊരു കളർ ടോൺ ആണ്. ഫുൾ ത്രെഡ് വർക്കും അതിൽ ക്രോഷ്യോ വർക്കിലും തന്നെയാണ് ദുപ്പട്ട വരുന്നത്. കോറൽ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത്. കോറൽ പിങ്ക് ആണ് ദുപ്പട്ടയുടെ കളർ വരുന്നത് കേട്ടോ. സെയിം പാറ്റേൺ തന്നെ ക്രോഷ്യോ വർക്കും ഫുൾ ത്രെഡ് വർക്കിലും തന്നെ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ദുപ്പട്ടയുടെ കളർ വരുന്നത് നല്ലൊരു കാക്ടസ് ഗ്രീൻ ആണ്. ഒരു ലീഫ് ഗ്രീനും കാക്ടസ് ഗ്രീനും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു കളർ ടോൺ ആട്ടോ വരുന്നത്. ഫുൾ ത്രെഡ് വർക്ക് ആൻഡ് ക്രോഷ്യോ വർക്കിലായിരിക്കും വരുന്നത്. ബ്യൂട്ടിഫുൾ ബർഗണ്ടി ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത് കേട്ടോ. ബർഗണ്ടിയിലും അതേ പാറ്റേൺ തന്നെ നല്ലൊരു ഡാർക്ക് പേർപ്പിൾ വിത്ത് ബർഗണ്ടി ആണ് കോമ്പിനേഷൻ. ഫുൾ ത്രെഡ് വർക്ക് ആൻഡ് ക്രോഷ്യോ വർക്കിലാണ്. ഹണി ബ്രൗൺ ആട്ടോ നെക്സ്റ്റ് കളർ വരുന്നത്. സെയിം പാറ്റേൺ തന്നെ ഹണി ബ്രൗൺ തന്നെ ആയിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ഫുൾ എംബ്രോയിഡറി വർക്കും അതിൽ ക്രോഷ്യോ വർക്കിലായിരിക്കും വരുന്നത്. അടുത്ത ദുപ്പട്ടയുടെ ഷെയ്ഡ് വരുന്നത് ഒരു കോഫി ബ്രൗൺ ബ്ലെൻഡഡ് പേർപ്പിൾ ആട്ടോ ടോൺ വരുന്നത്. ഒരു ഡീപ്പ് കോഫി ബ്രൗണും അതിലൊരു പേർപ്പിൾ ടിൻറ്റ് കൂടി വരുന്നുണ്ട്. സെയിം പാറ്റേൺ തന്നെ ഫുൾ ത്രെഡ് വർക്ക് ആൻഡ് ക്രോഷ്യോ വർക്കിലായിരിക്കും ദുപ്പട്ട വരുന്നത്. ലാസ്റ്റ് വൺ ബ്ലാക്ക് ആണ്. ബ്ലാക്കിലും സെയിം പാറ്റേൺ തന്നെ കേട്ടോ. ഫുൾ ത്രെഡ് വർക്ക് ആണ്. അതിൽ ക്രോഷ്യോ ലേസ് വരുന്നുണ്ട്. സെയിം പാറ്റേൺ ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്.